മറ്റേ മോളിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ചെക്ക് ഇൻ ചെയ്തു. അപ്പോഴത്തേക്ക് റൂമൊക്കെ റെഡിയായി. അപ്പോൾ ഞങ്ങൾ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ റെസ്റ്റ് എടുത്തു. ക്ഷീണമായി. അങ്ങനെ റെസ്റ്റ് എടുത്തു, കുറേ നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റ് വന്നതാണ്. ഒരു 400 മീറ്റർ 600 മീറ്ററിൻ്റെ താഴെ ഉള്ളൂ നടക്കാനായിരുന്നു. അപ്പം ഞങ്ങൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് വെയിലൊക്കെ മാറിയപ്പോൾ തന്നെ ഭയങ്കര സമാധാനം. അപ്പം ഞങ്ങൾ നടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു വന്നു. ലൈറ്റും ഒന്നും ആയിട്ടില്ല, അതായത് തിരക്കായിട്ടില്ല, ആൾക്കാർ നടക്കുന്നേ ഉള്ളൂ. ഫുഡൊന്നും ഇങ്ങനെ ആൾക്കാർ സെർവ് ചെയ്ത് അങ്ങനെ മീൻസ് ഫ്രണ്ടിൽ ഇപ്പോൾ ഷോപ്പുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ കുറേ ഇങ്ങനെ ചെയറും ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഫില്ലായിട്ടില്ല, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ നടന്നു വന്നിട്ട് ഇനി ഞങ്ങൾക്ക് ഒരു സ്ട്രീറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു മോമോസും കഴിച്ചു, ഒരു ജ്യൂസും മേടിച്ചു. വേറൊന്നും അങ്ങനെ മേടിച്ചില്ല. എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലല്ലേ. സ്ക്വിഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനൊരു ലുക്ക്, കഴിക്കാനൊരു അപ്പറ്റൈറ്റ് വരുന്ന ഒരു ലുക്കില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് നോക്കാം. ഇനി അടുത്തൊരു സ്ട്രീറ്റും കൂടെ ഉണ്ട് സെയിം, അതും ഫുഡ് സ്ട്രീറ്റും ഷോപ്പിംഗ് സ്ട്രീറ്റും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പോയിട്ട് ഇത് സ്റ്റേൻ്റെ അടുത്ത് തന്നെയാണ്, വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരാം അല്ലേ. നമുക്ക് അങ്ങോട്ട് തിരിച്ചു വന്നാലും മതി. എനിക്കൊരു ഹോട്ട് പോട്ട് കഴിക്കണമെന്നുണ്ട്. ഹോട്ട് പോട്ട് നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്തുണ്ട്. അതും ഒന്ന് ട്രൈ ചെയ്യണം എന്തായാലും. ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. അതെ, റൈറ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. കുഞ്ഞു സ്ട്രീറ്റാ, ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങ് വന്നിട്ട് 500 മീറ്ററിന്റെ താഴെ ഉള്ളൂ ഈ സ്ട്രീറ്റ്. ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഉള്ള സ്പേസ്, അത്രേ ഉള്ളൂ. 200 രൂപയ്ക്ക് മാംഗോ ജ്യൂസ് തീരുന്നില്ല. അതെ, കുടിച്ച് തീരുന്നില്ല. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലേ, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലേ. അവരൊക്കെ പകുതിയാക്കിയിട്ട് ക്വാണ്ടിറ്റി കുറച്ച് തന്നാ മതി അല്ലേ. എനിക്ക് ഈ സാധനം ട്രൈ ചെയ്യണമെന്നുണ്ട്. റോട്ടി, അതെ. ഞങ്ങൾ ആ കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുമായിരുന്നേ, അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്ന കണ്ടപ്പോഴേ ഒരു ഡൗട്ട്, ഇത് ക്യൂ ആണോ എന്ന് നോക്കിയപ്പോഴേ അങ്ങ് അറ്റം തൊട്ടുണ്ട് ക്യൂ. ഈ ഇവിടെ നിന്ന് ഫുള്ള് ആ ബീഫ് റോട്ടി കഴിക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുക. ഇത്രയും ക്യൂ ഉണ്ട്. തുടങ്ങുന്ന സമയമല്ലേ, തുടങ്ങുന്ന സമയത്ത് ഇത്രയും ക്യൂ. ആ റൊട്ടി വേറെ ഷോപ്സിലൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സിലുണ്ട്, പക്ഷെ അവിടെ ഒന്നും ഒരു ഈച്ചപ്പുങ്ങ പോലും ഇല്ല, ആരും ഇല്ല. അങ്ങനെ ഇൻസ്റ്റാ ഫേമസ് വല്ലതും എന്ന് പറയുന്നത്. അവര് ഇതിന് പറയുന്ന പേരാണ് ഷവർമ എന്നല്ലേ, ആ തോലിലിട്ട് ഇതാക്കുന്നതിന് പറയുന്ന പേരാണ് ഷവർമ. അത് വിത്ത് റൈസ്, അതെ, സാൻഡ്വിച്ച് ആക്കും. പ്ലാറ്റർ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞോ, കഴിച്ചിട്ട് പോവാം. കുറച്ച് കോസ്റ്റ്ലി അല്ലേ, കുറച്ച് കോസ്റ്റ്ലിയാ. 28 റിങ്കറ്റ് അല്ലേ പ്ലാറ്റർ എത്തിയല്ലേ. കഴിക്കും. നല്ല അവരുടെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര സൗണ്ട്. നാട്ടിലെ ടേസ്റ്റ് അല്ല അല്ലേ, വേറൊരു ടേസ്റ്റ്. പക്ഷെ ഷവർമ കഴിക്കുന്നൊരു ഫീലില്ല. ഷവർമ എന്നാണ് പേരെങ്കിൽ ഷവർമ കഴിക്കുന്നൊരു ഫീലില്ല. വേറൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഞങ്ങള് ചെങ്കാത്ത് സ്ട്രീറ്റ് തപ്പി വന്നതാ. പക്ഷെ ഞങ്ങൾ എത്തിയത് ഇവിടത്തെ പോഷ് ബാർ ഏരിയയില്. അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം. ഇത് ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ള സ്ട്രീറ്റ് അല്ലേ. ഫോറിനേഴ്സാണ് ഈ സ്പോർട്സ് ബാറിൻ്റെ ആൾക്കാർ. മറ്റേ വിയറ്റ്നാമിലൊക്കെ വെച്ച് കണ്ടില്ലായിരുന്നു. മൊത്തം ഈ സ്പോർട്സ് ബാർ കളി കൊണ്ടുകൊണ്ട് മറ്റേ എന്താ പ്രീമിയർ ലീഗ് മാച്ചസ് അങ്ങനത്തെ. ഓ, മറ്റേ ഇംഗ്ലണ്ട് ഇന്ത്യ ഇത് നടക്കുന്നുണ്ട്, ടെസ്റ്റ് നടക്കുന്നുണ്ട്.
മോണോറെയിലാ അത് എഴുതി വെച്ചിട്ടുണ്ട്. മോണോറെയിലെന്ന്. മോണോറെയിലാ, അല്ലാണ്ട് മറ്റേ മുകളിലോട്ട് പോകുന്ന വഴിയല്ല. അതുവഴി എക്സിറ്റ് ഉണ്ടാവും. ആ അതെ എവിടെ എത്തി. കണ്ട പറഞ്ഞില്ലേ? ഇതാ നമ്മൾ നേരത്തെ കണ്ടല്ലേ ലോട്ട് 10 ഒക്കെ. ആ ഇതാന്ന് തോന്നുന്നല്ലേ. ഇതുവഴി ഇങ്ങനെ പോവുക ചെയ്ത ഇവിടെ മിനിസോ പോലത്തെ കേക്ക്. ഞാനതാ നമ്മൾ മറ്റേ ഇത് കണ്ടത്, റീല് കണ്ടത്. മറ്റേ ക്യൂട്ട്നെസ് ഓവർലോഡ് അതാണല്ലേ. 12 എന്ന് പറഞ്ഞാൽ എത്രയാ? ആ കപ്പിന് 12. 27 റിംഗറ്റ്. 27 റിംഗറ്റ്. 500 രൂപ. നല്ല AC കിട്ടുന്നില്ലേ? AC കിട്ടുന്നുണ്ട്. ചൂടൊക്കെ മാറി ഒന്ന് വേർപ്പൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാം. 500 രൂപയ്ക്ക് ഡോളൊക്കെ നാട്ടിൽ ഇത് എത്ര രൂപ കിട്ടുന്നേ? അതൊന്നും എനിക്കറിയില്ല. നാട്ടിൽ ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ ഇല്ല. ക്വാലയാ ക്വാല. 3 നിലയുണ്ട്. ചെറിയ ഷോപ്പൊന്നുമല്ല, പക്ഷെ ഭയങ്കര കാശല്ലേ. നമുക്കിത് കാശിട്ടൊന്നും കഴിക്കും. ചിലപ്പോൾ എടുത്തുള്ളവർക്ക് കാണാൻ തിരക്കല്ലേ. എന്തൊരു ബ്ലെൻഡറാ, എന്തൊരു സാധനം കണ്ടിട്ട് വണ്ടർ അടിച്ചിരിക്കുന്നില്ല. ബ്യൂട്ടി ബ്ലെൻഡർ എന്താ സാധനം? ഇത് കുറെ കളർ ഉണ്ടല്ലോ. ലിപ് ഗ്ലോസ് അതിനൊക്കെ 25 റിംഗറ്റ്, അതായത് 500 രൂപ. ഇങ്ങനെയുണ്ട്, കട്ടിയായതാ, പക്ഷെ കൊള്ളാല്ലേ. ഒരു എന്താ ഷൈനിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേക്കും അല്ലേ. കൊള്ളാം. കുറച്ച് കളർഫുൾ നെയിൽ പോളിഷ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. എങ്ങോട്ടാ പോണേ? മോളാണോ പവലിയൻ മോളാണോ? മോളിലോട്ടാണോ പോകുന്നത്? പവലിയൻ മോള് പോവാന്നില്ല. തൊട്ടടുത്ത ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ടോ? എവിടെ? ഇത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു റോഡ് ക്രോസാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് കാണാൻ. അതായത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളും അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാതെ ഇവിടെ വന്ന് നിൽക്കുക. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ സൈഡിലോട്ടാണ് പവലിയൻ മാള് പോവേണ്ടത്. അപ്പോൾ ഇവിടെ സിഗ്നൽ ആകുമ്പോൾ ആൾക്കാർ ക്രോസ് ചെയ്യുന്നത് അതെ തുടങ്ങി. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാ. അവിടെ നിന്ന് വരുന്നുണ്ട്, അവിടെ എല്ലാം ക്രോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പവലിയൻ മോൾ കണ്ടുപിടിച്ചു. പവലിയൻ എത്തി. ഇവിടെ തന്നെയാണ് ബുക്കിറ്റ് ബിങ്താങ് എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു എൻട്രൻസും ഉണ്ട്. ഇത് തന്നെയാണല്ലേ, സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ സ്റ്റാർ ഹില്ല്, ഇവിടെ ഫാരൻഹൈറ്റ്, ബ്രാൻഡ് ഔട്ട്ലെറ്റാണ്. മോളിൻ്റെ എൻട്രൻസ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ലാവണ്യ. അല്ല, ഇവിടെ നിന്നൊന്നും വാങ്ങാനില്ല, അതൊന്നാമത്തെ കാര്യം. ഒന്നും വാങ്ങാൻ പറ്റൂല, മനസ്സിലാവുന്നുമില്ല.
ഞങ്ങൾ പിന്നെയും പവലിയൻ മോളിൽ നിന്ന് ഇറങ്ങി പിന്നെയും ജലനല്ലൂർ ഫുഡ് സ്ട്രീറ്റിൻ്റെ അങ്ങോട്ട് വന്നു. നടന്ന് മടുത്തു. കുറേ കടകളൊക്കെ ഇങ്ങനെ കണ്ടല്ലേ, ഭയങ്കര പ്രീമിയം ബ്രാൻഡാണ്. നമുക്കങ്ങനെ ഇവിടെ ഒന്നും ഷോപ്പിംഗ് ഒന്നും നമുക്ക് പറ്റില്ല. നമ്മളെല്ലാം കണ്ടിട്ട് തിരിച്ച് ഫുഡ് സ്ട്രീറ്റിൽ തന്നെ വന്നു. നേരത്തെ നമ്മളങ്ങനെ ഒന്നും വാങ്ങിയില്ലല്ലോ, അപ്പം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങാം, കഴിക്കാം, സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട്. എനിക്ക് സ്ക്വിഡ് ട്രൈ ചെയ്യണമെന്നുണ്ട്. ലൈറ്റൊക്കെ ഇടുമ്പോഴേക്കും എങ്ങനെയുണ്ടെന്ന് കാണിച്ചു കൊടുക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാം. നേരത്തെ കണ്ട മാർക്കറ്റ് പോലെയല്ലല്ലോ, മൊത്തം തിരക്ക് അല്ലേ? ഇപ്പോഴല്ലേ തിരക്ക് വന്ന്, തിരക്ക് വന്ന് ഒരു വൈബ് വന്നത് ഇപ്പോഴാണ് അല്ലേ? അതെ. വിത്തൗട്ട് ചോക്ലേറ്റ് 12 രൂപ. ജെല്ലി ബോൾ നമുക്ക് തന്നെ എടുത്തിട്ട് കൈൻഡ് ഓഫ് ലൈക്ക് ഹോട്ട് പോട്ട് പോലെ സെലക്ട് ചെയ്യാതെ മുക്കായി മസാല സംഭവം കാണില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ വലിയ തിരക്കൊന്നും ചുമ്മാ ഇരിക്കുവായിരുന്നു, ഒരു ലോഡ് അടുക്കി വെച്ചേക്കും. ഇതിവിടെ നിൽക്കുന്നത് വെയിറ്റ് ചെയ്യും. എന്ത് മാവ് അത്? മുട്ടയാ, മുട്ടയുടെ വെള്ളം. നടന്ന് ക്ഷീണിച്ചൊരു പരുവായത് കാരണം ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ദേ ഈ ഒരു ഡെസേർട്ട് ഞങ്ങൾ പാഴ്സൽ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റ് ഷോപ്പിംഗ് പോയതും പിന്നെ ഞങ്ങളൊരു ചൈനീസ് ടെമ്പിളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.